നടൻ ജയസൂര്യക്കെതിരെ ജിഹാദി ആക്രമണം വന്നിരിക്കുകയാണ്. കൊട്ടിയൂർ കുംഭമേളയിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത പുലർത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി, അദ്ദേഹം CPM-ൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു, കൈരളിയുടെ ചെയർമാനാണ്. അപ്പോൾ മുകേഷ്, അദ്ദേഹം MLA ആണ്. പക്ഷേ ഇവർക്കൊക്കെ CPM-ലൊക്കെ പ്രവർത്തിക്കുന്നവർക്കെതിരെ യാതൊരു പ്രശ്നവുമില്ല. മറ്റ് ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവരെ ഒറ്റപ്പെടുത്തുക, അത്തരത്തിലുള്ള ഒരു പ്രവണത വളരെ കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ നടന്മാരാണെങ്കിലും ഒക്കെ അത് വന്നിരിക്കുകയാണ്. കലാകാർക്കെതിരെയും CPM ആണെങ്കിൽ കുഴപ്പമില്ല. എന്താണിത്? അതായത് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിനപ്പുറത്തേക്ക് ഇതൊരു വർഗീയ പ്രശ്നമാണ്. അതായത് ഒരു കൂട്ടം ആൾക്കാർക്ക് ജയസൂര്യയോട് വലിയ വിരോധമുണ്ടായിരിക്കുന്നു. ജയസൂര്യ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിടത്തും തൻ്റെ രാഷ്ട്രീയം ഇതാണെന്നോ, താൻ സംഘപരിവാറുകാരനാണെന്നോ, താൻ BJP-കാരനാണെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അയാൾ ഒരു കാര്യം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നിലപാടും എടുക്കാത്ത ആളാണ്. എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതായത് ഒരു സിനിമാ നടനാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രിവിലേജും അദ്ദേഹം ഒരു കാര്യത്തിനകത്തും എടുത്തിട്ടില്ല. സിനിമാ നടൻ ഇത്തിരി പ്രശസ്തനാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പ്രിവിലേജും എടുക്കാതെ വളരെ സാധാരണക്കാരനായി സാധാരണക്കാർക്കൊപ്പം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം എല്ലാവരെയും പോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര ദർശനം നടത്തുന്നു, ഇല്ലെങ്കിൽ കുംഭമേളയിൽ പോകുന്നു, കൊട്ടിയൂർ പറയുന്ന പരിപാടിക്ക് പോകുന്നു, ഭഗവാനെ ദർശിക്കാനാണ് പോകുന്നത്. കൊട്ടിയൂരപ്പൻ്റെ ആ ദിവസമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുന്നത് ഒരു ഭക്തനായിട്ടാണ്, വിശ്വാസിയായിട്ടാണ്. അങ്ങനെ പോകുന്ന അദ്ദേഹം ഇട്ടുന്ന ഫോട്ടോയ്ക്കടിയിലെല്ലാം വന്നിട്ട് വലിയ തെറിവിളിയൊക്കെയാണ്. തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘപരിവാറുകാരനായി, അതായി ഇതായി എന്ന് പറഞ്ഞുകൊണ്ടും സംഖ്യയായി എന്നും ചാണകത്തിൽ വീണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയാണ് കമൻറ്റ് വരുന്നത്. എന്തിനാണ് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ RSS-കാരനാണെന്നോ, ഞാൻ BJP-കാരനാണെന്നോ, എനിക്ക് സംഘപരിവാർ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ സാധാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു, അഭിനയമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോൾ മുതലാണ് ജയസൂര്യ ഈ ആൾക്കാരുടെയൊക്കെ കണ്ണിലെ കരടായത് എന്നുള്ളത് നോക്കാം. അദ്ദേഹം 1-2 സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. ഒന്ന്, നെൽകർഷകരുടെ പൈസ കിട്ടുന്നില്ലായിരുന്നു. ആ പൈസ സപ്ലൈകോ എടുക്കുന്നതും ഈ പറയുന്ന താങ്ങൂലി അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത് കിട്ടാത്തതിനെതിരെ ജയസൂര്യ പ്രതിഷേധിച്ചു. അപ്പോൾ ഇത് പ്രതിഷേധിച്ചതോടുകൂടി തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ പല രാഷ്ട്രീയക്കാർക്കും ഈ അധികാരത്തിൽ ഇരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ജയസൂര്യ ഒരു കണ്ണിലെ കരടായി. പിന്നെ അതിനുശേഷം കുഴി നിറഞ്ഞ റോഡിൽ കോൺക്രീറ്റ് കൊണ്ട് ഇറക്കി അദ്ദേഹം ആ കുഴി അടച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അപകടത്തിൽ മരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ അത് വലിയ പ്രശ്നമായി. അത് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ടോൾ പ്ലാസയിൽ ചില്ലറ തരുന്നതിന് പകരം മിഠായി കൊടുക്കും. അപ്പോൾ പൈസ അതിൽ ലാഭമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അതിനെതിരെയും ജയസൂര്യ പ്രതികരിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ മിഠായി ഇപ്പം 1 രൂപയ്ക്ക് കണ്ട് മിഠായി കൊടുക്കും, അല്ലെ 5 രൂപയ്ക്ക് 5 മിഠായി കൊടുത്തു. അപ്പോൾ 10 ദിവസം കണ്ട് അതുപോലെ ചെയ്തപ്പോഴത്തേക്ക് ജയസൂര്യ പിറ്റേ ദിവസം ടോളിന് പകരം പൈസയ്ക്ക് പകരം ഈ മിഠായി എല്ലാം എടുത്ത് കൊടുത്തു. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മനുഷ്യൻ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കും. അവർക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അവർ ചെയ്തപ്പോഴത്തേക്ക് സാധാരണക്കാർക്ക് ജയസൂര്യക്ക് എന്തോന്നാ 100 രൂപ പോയി കഴിഞ്ഞാൽ വല്ലതും സംഭവിക്കാനുണ്ടോ? ജയസൂര്യ അവിടെ ഇടപെട്ടതും പ്രതികരിച്ചതും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. താൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനായിരുന്നുവെന്നും അവിടെ നിന്നാണ് താൻ വന്നതെന്നും ഇപ്പോഴും അതുപോലെയാണുള്ളതെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് ജയസൂര്യ സംസാരിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ തന്നെയാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നുള്ളത്. അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ ചില കാര്യങ്ങൾ ഇടപെടുകയും ഇതിൻ്റെ വസ്തുതകൾ കൃത്യമായി പുറത്തു പറയുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് പലർക്കും ഹാലിളകി തുടങ്ങിയത്. അതിനുശേഷം കുംഭമേളയ്ക്ക് പോയി. കുംഭമേളയ്ക്ക് പോയപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമേളയ്ക്ക് പോകുന്നവരെ സംഖ്യയാക്കി മാറ്റും. സ്വന്തം മതത്തിൻ്റെ, സ്വന്തം വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരാൾക്ക് നിൽക്കാൻ ഈ നാട്ടിൽ അവകാശമില്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുശേഷം കൊട്ടിയൂരപ്പനെ കാണാൻ പോകുന്നു. കൊട്ടിയൂർ ഈ പറയുന്ന ഉത്സവം നടക്കുമ്പോൾ അവിടെ പോകുന്നു. അവിടുത്തെ ഈ പ്രദക്ഷിണ വഴിയുണ്ട്, നമുക്കറിയാമല്ലോ, കൊട്ടിയൂർ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കൊട്ടിയൂരെ ഈ പ്രദക്ഷിണ വഴിയിൽ കൂടെ അദ്ദേഹം നടക്കുമ്പോൾ അവിടെ വെച്ചൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോഗ്രാഫർ വന്നു. ഈ ഫോട്ടോഗ്രാഫർ ദേവസ്വത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്ന് ഫോട്ടോ എടുക്കാൻ നേരത്ത് ജയസൂര്യയും അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജയസൂര്യ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുക്കരുത് ഇവിടെ. അദ്ദേഹം അല്ല ശരിക്കും പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാണ് പറഞ്ഞത്. കാരണം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അദ്ദേഹം പറയുകയും ചെയ്തു, ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും. ജയസൂര്യ നിൽക്കുമ്പോൾ ഇദ്ദേഹം ജയസൂര്യയുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉറപ്പായിട്ടും അവിടെ വന്ന് തിങ്ങിക്കൂടുകയും അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്യും. അവിടെ പ്രദക്ഷിണ വഴിയാണ്, അവിടെ ഫോട്ടോ എടുക്കാനേ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അല്ലാതെ ഫോട്ടോ എടുക്കുന്നതിന് അലർജി ഒന്നും കൊണ്ടല്ല. അദ്ദേഹം ഈ പറയുന്ന പ്രദക്ഷിണമെല്ലാം ചെയ്ത് തൊഴുത് ദർശനമെല്ലാം എടുത്ത് അതിന് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരുമായി ഫോട്ടോ എടുത്തു. അദ്ദേഹം അവിടെ വന്ന് ഈ പ്രദക്ഷിണ വഴിയിലേക്ക് വരുന്നതിന് മുൻപും ഒരുപാട് പേരുമായി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്.
അപ്പോൾ ആൾക്കാരുമായി ഫോട്ടോ എടുക്കുന്നതിലോ അവർക്കൊപ്പം നിൽക്കുന്നതിലോ ഒന്നും ജയസൂര്യക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർഗ്ഗതടസ്സം ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മോഹൻലാലിന് നേരിട്ട കാര്യം അറിയാമല്ലോ. മോഹൻലാൽ എന്നെപ്പറ്റി കൃത്യമായിട്ട് പിന്നീട് പറയുന്നുണ്ട്, താൻ ഒരു പരിപാടിയിൽ നിന്ന് മറ്റൊരു പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ ട്രാവൽ കാണും, ഇല്ലെങ്കിൽ 1 മണിക്കൂർ ട്രാവൽ കാണും. അതിനിടയ്ക്ക് എന്ത് നടന്നു എന്നുള്ളത് മോഹൻലാലിന് അറിയില്ല. എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അതിൽ മോഹൻലാൽ പ്രതികരിക്കണമെന്ന് വാശി പിടിച്ചാൽ എന്താ ചെയ്യുക? അപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് അറിയില്ല, അറിയാത്ത കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുക? അതെ, പിന്നെ ഓടി പുറകെ ചെന്ന് പോലീസുകാർ വട്ടം പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ തടഞ്ഞ് കൊണ്ടുപോകുമ്പോഴത്തേ അതിനിടയ്ക്ക് കൂടെ മൈക്ക് കൊണ്ട് കുത്തിക്കയറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എങ്ങോട്ടാണ് മൈക്ക് നീട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല, ഈ റിപ്പോർട്ടർ കിടക്കാൻ അറിയാൻ പറ്റില്ല. ഇവരങ്ങോട്ട് നീട്ടിയപ്പോൾ മോഹൻലാലിൻ്റെ കണ്ണിൽ കൊണ്ടു. മോഹൻലാലിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം നിന്ന് ആ മാധ്യമപ്രവർത്തകർ വരും, ഞാൻ പറയാം കാര്യം എന്ന് പറയുമല്ലോ. അപ്പൊ പറയാനൊന്നും ഇല്ല, എന്ത് പറയാനാണ്, എന്ത് കാര്യമാണ് പറയാൻ, എല്ലാത്തിനും പ്രതികരിച്ചോണമെന്നുണ്ട്. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ട് നടന്ന വണ്ടിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് നടക്കുന്നതിനിടയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് മൈക്ക് കുത്തുമ്പോഴത്തേക്ക് അത് കണ്ണിലോ മൂക്കിലോ തന്നെ കൊള്ളും സ്വാഭാവികമായിട്ടും. അദ്ദേഹം ഈ പറയുന്ന അങ്ങനെ വൈകാരികമായിട്ട് പൊതുമധ്യത്തിൽ പ്രതികരിക്കാത്ത ഒരാളായതുകൊണ്ട്, വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വിട്ടു. മറ്റേ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മൈക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? അപ്പൊ അവര് പിണറായിയുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ ധൈര്യം ഉണ്ടാവില്ല. മോഹൻലാലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. പിണറായി വിജയൻ ഇങ്ങനെ മൈക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ദേഹത്തോ മുഖത്തോ എവിടെയെങ്കിലും തട്ടിയാൽ എന്താവും അവസ്ഥ? ആ മാധ്യമപ്രവർത്തകൻ പിന്നെ എങ്ങനെ നടക്കും എന്നൊക്കെ ഉള്ളത് പിന്നെ കണ്ടറിയണം. അതെ, അപ്പൊ അറസ്റ്റ് ഉറപ്പായിട്ട് മൈക്ക് ഒരു അറസ്റ്റിലായതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ജയസൂര്യക്ക് നേരെ സംഘടിതമായ ഒരു ആക്രമണത്തിന് ഇവിടെ പദ്ധതി ഇടുന്നുണ്ട്. നമുക്ക് ജയസൂര്യക്ക് ആയിട്ട് ബന്ധപ്പെട്ട വന്ന വാർത്തകൾക്കടിയിലുള്ള കമന്റുകൾ വായിച്ചറിയാൻ പറ്റും. കൃത്യമായ വിഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണമായിരുന്നു വരുന്നത്, കൃത്യമായ വിഭാഗങ്ങളിൽ നിന്ന്. അവിടെ വരുന്ന വാർത്തകളിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കമൻറ്റുകളിൽ പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന നീ സംഘിയായോ, സംഘപരിവാറുകാരനായോ, RSSൽ പോയോ, BJPയിൽ പോയോ? എന്തിനാണ് ഒരു ഹിന്ദുവായ മനുഷ്യൻ, അയാൾ ഒരു രാഷ്ട്രീയ നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നയമുണ്ടെന്നോ നിലപാടുണ്ടെന്നോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇഷ്ടമുണ്ടോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ജയസൂര്യ സിനിമയിൽ അഭിനയിക്കുന്നു, അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യർക്കും ഓരോ ഘട്ടത്തിൽ ഓരോരോ മാറ്റങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ചുകൂടി ആത്മീയമായി എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്, കുറച്ചുകൂടി സ്പിരിച്വലായി. അങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, ഒപ്പം ജീവിക്കുന്നവരുടെ നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്കൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനെ നെഗറ്റീവാക്കി കാണാനും അദ്ദേഹത്തെ വർഗീയവൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അദ്ദേഹം വർഗീയവൽക്കരിക്കപ്പെടുന്നില്ല, പക്ഷേ ഈ പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന കുറേ വിഷപ്പാമ്പുകൾ അവരാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത് ജയസൂര്യക്കെതിരെ. പോരാളി ഷാജി വലിയ തോതിൽ ഇതിനെ പറ്റിയിട്ട് പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പോൾ ഈ പോരാളി ഷാജി ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. CPMന്റെ നയം വ്യക്തമാക്കുന്ന ഒരു സൈബർ ഗുണ്ടയാണ് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന പേജ്. ആ പേജിനകത്താണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ പലതും വന്നിരിക്കുന്നത്. ആ കമൻറ്റുകളിൽ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കൊട്ടിയൂർ തീർത്ഥാടനത്തിനെത്തിയ നന്മമരവും അഭിനവ ബുദ്ധിജീവിയുമായ ശ്രീമാൻ ജയസൂര്യ അവരുടെ ഫോട്ടോ എടുത്തു പോയതിന് ദേവസ്വം ഫോട്ടോഗ്രാഫറെ ജയസൂര്യയുടെ ശിങ്കിടികൾ പഞ്ഞിക്കിട്ടു. പരിക്കേറ്റ ദേവസ്വം ഫോട്ടോഗ്രാഫർ ആശുപത്രിയിലാണ്. ഈ നന്മമരം ജയേട്ടൻ ഇതൊന്നും കണ്ട് ഗൗനിക്കാതെ പ്രാർത്ഥന കഴിഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു. എന്തിനാടോ ഇവൻ്റെയൊക്കെ തിരുമോന്ത പകർത്താൻ പോയി ഇങ്ങനെ തല്ലുകൊണ്ട് ചാവുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാളി ഷാജി ഈ പറയുന്ന പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്ത് ഹേറ്റ് ക്യാമ്പയിനാണിത്? കൃത്യമായിട്ട് ഒരാൾ ക്ഷേത്രത്തിൽ പോയതിനെ കളിയാക്കുന്നു, അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികളെ കളിയാക്കുന്നു. ഈ പറയുന്ന പോരാളി ഷാജി എന്നുള്ളവർ പറയുന്ന പേജ് നടത്തുന്ന ഏത് ആളായാലും ശരി തന്നെ ഈ പറയുന്ന CPMകാർക്ക് വിടുപണി ചെയ്യാനും അവൻ്റെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യാനും നടക്കുന്ന നേരത്തല്ലേ ഈ പറയുന്ന അത് ചെയ്യുന്ന ജയസൂര്യ അതിന് പോയില്ലല്ലോ. ജയസൂര്യ കൃത്യമായിട്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒക്കെയാണത് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റാ, കാവി കോണകം പിടിച്ച ഒരു സ്ത്രീയുടെ ചിത്രവും കൊണ്ട് ഭാരതമാതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഊളെ ആരോ ഗവർണറാക്കിയത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഗവർണർക്കെതിരെയുള്ള കമന്റും ഈ പറയുന്ന പോസ്റ്റുകൾക്കടിയിലൊക്കെ വന്ന് തള്ളുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെ വലിയ രീതിയിൽ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുകയാണ്. ഇത് ജിഹാദി യുവമാരുടെ ഈ പറയുന്ന ജിഹാദികളുടെയും അന്തംകമ്പികളുടെയൊക്കെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമാണ്. വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു. ഒരു തരത്തിലും രാഷ്ട്രീയ നിലപാട് പോലും പറയാത്ത ഒരു സാധാരണക്കാരനായ ഒരു നടനായ മനുഷ്യനെ, ഒരു കലാകാരനെ ഇങ്ങനെ വലിച്ചിഴച്ച് ഉപദ്രവിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇത് വലിയ വർഗീയത വിഭജനം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഈ ജിഹാദികളുടെ ഇടപെടലിൻ്റെ ഭാഗമാണ് ഇതെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.